ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് PSCയുടെ പുതിയൊരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ്. അതായത് PSC 33 തസ്തികകളിലേക്ക് PSC വിജ്ഞാപനം വരാൻ പോവുകയാണ്. അതിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് എൻട്രി ഏറ്റവും കൂടുതൽ PSCയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സായിരുന്നു ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ പല ആളുകളും നമ്മൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത സമയത്തും ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. അതായത് മടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്, അതായത് ഈ എക്സാം ഉടനെ വിളിക്കുമോ, അല്ലെങ്കിൽ കാരണം ഇപ്പോൾ അത് നോട്ടിഫിക്കേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. PSCയുടെ പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ക്യാൻസലേഷന് മുന്നേ ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരിക, അത് ക്യാൻസലേഷൻ ആകുമ്പോഴേക്ക് തന്നെ അടുത്ത ലിസ്റ്റിലൊക്കെ വരുന്ന ഒരു പുതിയൊരു പ്രവണത PSCയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് PSC ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ IEO പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉടനെ പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. അതായത് PSCയുടെ ഒരു യോഗ തീരുമാനമാണ്. 33 തസ്തികകളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ PSC യോഗം തീരുമാനിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മളൊക്കെ കാത്തിരുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ പോവുകയാണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കിക്കോളൂ, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് വകുപ്പിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, PSCയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 2 ആഴ്ചക്കുള്ളിലെങ്കിലും ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഒരു 2 ആഴ്ചക്കുള്ളിലായിരിക്കും ഇത് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ BTech ബ്രാഞ്ചസിനെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് IEO പോസ്റ്റ്. അതേപോലെ തന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഇലക്ട്രിക്കലുകാർക്ക് വരുന്നുണ്ട്, അതൊന്ന് നോക്കണം. ഇലക്ട്രിക്കലിന് വരുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് ജല അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ, അതേപോലെ ഓവർസിയർ ഗ്രേഡ് 3 ഈ കോഴ്സസിലേക്കും അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, എക്സാംസ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ IEO പോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ IEO പോസ്റ്റിൻ്റെ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സും അതിലൂടെ ലഭിക്കാൻ സാധ്യതയുള്ള നിങ്ങൾക്ക് കിട്ടാവുന്ന പ്രൊഫഷണലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രൊമോഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി വെബിനാറുകളും വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അത് കാണാത്തതുണ്ടെങ്കിൽ വീഡിയോസുകൾ നിങ്ങൾക്ക് ഇതേ ചാനലിൽ തന്നെ കാണാൻ പറ്റും. എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ ഓൾറെഡി നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എന്ത് ചെയ്യുക, ആ വീഡിയോ പോയിട്ടൊന്ന് കാണുക. അപ്പോൾ ഇനി ഒട്ടും വൈകാൻ സമയമില്ല. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ, അതായത് നിങ്ങൾക്ക് ഒരു 9 to 5 ആയിട്ടുള്ള ജോബ് എന്ന് പറയുന്നത് എല്ലാ സമയത്തും എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിരിക്കില്ല അല്ലേ. എന്നാൽ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോബ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ ഏറ്റവും ഉയർന്ന സാലറി, അതേപോലെ ഡയറക്ടർ പോസ്റ്റിലേക്ക് വരെ പ്രൊമോഷൻ സാധ്യതയുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. നിങ്ങളുടെ ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഇൻഡസ്ട്രീസുമായിട്ടും ഒരുപാട് ബിസിനസ് സംരംഭങ്ങളെ വളർത്തിയെടുക്കാനും നിങ്ങൾക്ക് സൊസൈറ്റിയിൽ ഒരു ഡയറക്ഷൻ കൊണ്ടുവരാനൊക്കെ സാധിക്കുന്ന ഒരു മികച്ച അവസരമാണ് IEO പോസ്റ്റ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സോ ആ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ അഥവാ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് മിക്കവാറും 2 ആഴ്ചക്കുള്ളിൽ തന്നെ പബ്ലിഷ് ചെയ്യാനാണ് സാധ്യത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിലൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇപ്പോഴും പറയാണ്, ഈ പോസ്റ്റിലേക്ക് ഒരുപാട് ബ്രാഞ്ചസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയാണ് എൻട്രി നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെയാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് ഉടനെ ആരംഭിക്കുകയാണ്. സോ ആ ഒരു ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക, മികച്ച വിജയം കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.